മഞ്ജുപിള്ള ഒരു സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് സീരിയലിലായിരുന്നു. അത് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പോഴും ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ആ ഒരു യാത്ര എങ്ങനെയാണ്? ഇപ്പോഴും അതേപോലെയാണ്. ഇപ്പം പ്രോഗ്രാമിൽ ജഡ്ജായിരിക്കുന്നു. അത് രണ്ട് തട്ടിലും ഒരേപോലെ യാത്ര ചെയ്യുകയാണ്. അതെങ്ങനെയാണ് കാണുന്നത്? ആദ്യം സീരിയൽ തന്നെ ഞാൻ സീരിയൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് കംഫർട്ടായിട്ട്, അതായത് കംഫർട്ടബിൾ ഒരു സോൺ, അതായത് മോള് ഉണ്ടായി. അതിന് മുമ്പ് സീരിയൽസ് ചെയ്തിരുന്നു, ഓടി നടന്ന് ചെയ്തിരുന്നില്ല, അത് തെറ്റായ ഒരു ഇതായി പോവും. കുറച്ച് സെലക്ട് ചെയ്തിട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മോളുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യം എന്താ വെച്ചാൽ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ, പഠിത്തത്തിനോടൊപ്പം എനിക്ക് എൻ്റെ ഈ പ്രൊഫഷനും കൊണ്ടുപോകണം എന്നുള്ളൊരു, എൻ്റെ അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു ആക്ടിങ് ഇതൊക്കെ. അമ്മയ്ക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ എങ്കിലും അച്ഛന് ഭയങ്കര താല്പര്യമായതുകൊണ്ട് അഭിനയിച്ചോളൂ എന്നുള്ളൊരിതുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടി അഭിനയിക്കാനുള്ളതുകൊണ്ട് പ്രീ ഡിഗ്രി സമയത്തൊക്കെ ഞാൻ ലൊക്കേഷനിൽ നിന്നാണ് എക്സാം ഒക്കെ എഴുതാൻ പോയിട്ടുള്ളത്. അങ്ങനെ ഒരു ഇതായതുകൊണ്ട് ട്രിവാൻഡ്രം വിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കോളേജിൽ പോകണം, വെക്കേഷൻ ആകുമ്പോൾ, ഷൂട്ടില്ലാത്തപ്പം അപ്പം തന്നെ നാളെ ഷൂട്ടില്ല ചേച്ചി ക്യാൻസലായി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ എനിക്ക് കോളേജിലേക്ക് പോകാമല്ലോ. അതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. അതുകൊണ്ട് ട്രിവാൻഡ്രം വിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് സിനിമകൾ ചെയ്യാൻ പറ്റിയില്ല. പഠിത്തത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ടി വിയിൽ മാത്രം നിന്നിരുന്നത്. അത് കഴിഞ്ഞ് മകളുണ്ടായപ്പോൾ സീരിയൽ ടോട്ടലി വിട്ടു. സീരിയൽ വിട്ടിട്ട് ഞാൻ തട്ടിമുട്ടി മാത്രം ചെയ്തു. മോളുടെ പഠിത്തം, വളർച്ച അതൊക്കെ നോക്കണമായിരുന്നു. അങ്ങനെ അതിലേക്ക് പൂർണ്ണമായിട്ട് ഇതായി. പിന്നെ മോള് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് സ്വസ്ഥമായല്ലോ, മീൻസ് അവളുടെ കാര്യങ്ങളൊക്കെ സ്വന്തം നോക്കാറായി. ഇത് വന്നപ്പോഴാണ്, കോവിഡ് സമയം കൂടെ ആയപ്പോഴാണ് ഞാൻ വീണ്ടും ഹോം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ ടി വിയിലേക്ക് പോയിട്ടില്ല ആക്ച്വലി. ഹോം സിനിമയിൽ തന്നെ നിന്നു. ഹോം കഴിഞ്ഞപ്പോൾ ഫാലിമി, പിന്നെ മലയാളി ഫ്രം ഇന്ത്യ, ഒരുപാട് സിനിമകൾ ചെയ്തു. പിന്നെ കോവിഡ് സമയത്ത് തന്നെ ഏകദേശം ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ ഷോ. അത് 5ാമത്തെ വർഷമാണ്. അപ്പം ആ സമയത്ത് ഒരുപാട് കലാകാരന്മാർക്ക് അന്നമായൊരു ഷോയാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. കോവിഡ് സമയത്ത് അന്ന് വളരെ കോവിഡ് പ്രോട്ടോക്കോളും കാര്യങ്ങളും ഒക്കെ നോക്കി തന്നെയാണ് അത് ചെയ്തിരുന്നത്. നിർത്താൻ പറഞ്ഞിരുന്ന സമയത്ത് നിർത്തിയിരുന്നു, പിന്നെയും അത് റീസ്റ്റാർട്ട് ചെയ്തു. അന്ന് സിനിമയും സീരിയലും ഒക്കെ നിർത്തി വെച്ചിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അന്നം കൊടുത്തൊരു ഷോയാണ്, ഇൻക്ലൂഡിങ് മീ, എനിക്ക് ഉൾപ്പെടെ അന്നം തന്നിരുന്ന ഒരു ഷോയാണ്. അപ്പം ഞങ്ങളൊക്കെ പറയുമായിരുന്നു, ദൈവമേ ഈ കോവിഡ് സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറയുമായിരുന്നു. എത്രയോ ജനങ്ങൾ ജോലിയില്ലാതിരുന്ന സമയത്തും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. അപ്പം ആ ഒരു നന്ദിയും കടപ്പാടും ഇതും ഉള്ളതുകൊണ്ട് എത്ര സിനിമ വന്നാലും, പിന്നെ ഇവർക്കൊരു ഗുണം എന്താ വെച്ചാൽ ഏകദേശം ജനുവരിയിൽ തന്നെ ജൂൺ വരെയുള്ള ഡേറ്റ്സ് തന്നു കഴിഞ്ഞു. പാക്ഡ് ആണല്ലോ അവരുടെ ഷോസ്, ഇന്ന ദിവസമാണ്, അടുത്ത മാസം ഇന്ന ദിവസമാണ്. അതുള്ളത് കൊണ്ട് ഏത് സിനിമ വന്നാലും അതൊഴിച്ചിട്ടുള്ള ഡേറ്റ്സ് കൊടുക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ഏത് വന്നാലും ഞാൻ മാക്സിമം പറയും, എനിക്ക് അത് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. എന്നെ കളിയാക്കി തുടങ്ങി, മഴവിൽ മനോരമ ഒരു ചിരിയുടെ മുത്തിയാണെന്ന് ഞാൻ. ഏത് സിനിമ വന്നാലും അത് കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് യാത്ര. യാത്ര വെച്ചാൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം പറയും സിനിമയിലുള്ള, എനിക്ക് അത് വിട്ട് വരാൻ പാടില്ല. സിനിമയിൽ ജോണി ചേട്ടനും ബാക്കിയുള്ളവരൊക്കെ, ദിലീപേട്ടനൊക്കെ കളിയാക്കി തുടങ്ങി. ഗവൺമെൻറ് ജോലിയാണ്, മഞ്ജുവിൻ്റെ ഗവൺമെൻറ് ജോലിയാണ്, മനോരമ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. ജോണി ചേട്ടൻ പറയും മഴവിൽ മനോരമ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വിളിച്ച് ചോദിച്ചിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ, മഞ്ജുവിനെ കൊടുക്കുമോ മനോരമ തരാമെന്ന് പറഞ്ഞത്. അല്ല, ഈ പ്രോഗ്രാമിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഒത്തിരി ആളുകൾക്ക് അന്നം നൽകി എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമായി തന്നെയാണ് മഴവിൽ മനോരമ അത് കാണേണ്ടത്. അത് നമ്മളൊക്കെ അതിനകത്ത് റെസ്പെക്ട് ചെയ്തു. ചേച്ചി പറഞ്ഞില്ല, ചേച്ചി ഉൾപ്പെടെ ഉള്ളവർക്ക് അന്നം തന്നു എന്ന് പറഞ്ഞു. അതിങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഓരോ സിനിമകൾ വരുമ്പോൾ അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബോറടി ഉണ്ടാകാറുണ്ടോ? ഇല്ല. അതെന്താ അറിയാമോ, സാധാരണ ജനങ്ങൾ പുതിയ ആൾക്കാരാണ് വരുന്നത്, പുതിയ കോമഡിയാണ് കാണുന്നത്, പുതിയ തമാശകളാണ് കാണുന്നത്. അവിടെ വരുന്നവർ സാധാരണ ജനങ്ങളാണല്ലോ. പ്രൊഫഷണൽസ് ഉണ്ട്, പക്ഷേ ഒരു 20% പ്രൊഫഷണൽസ് ഉള്ളൂ. ബാക്കി എല്ലാം സാധാരണ ജനങ്ങളാണ് വരുന്നത്. 80% സാധാരണ ആൾക്കാർ, ഇതിനോട് ആഗ്രഹമുള്ളവർ, കഴിവുണ്ടായിട്ടും അവസരം കിട്ടാത്തവർ, അങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത്. പുതിയ തമാശകളാണ് വരുന്നത്. എത്ര പുതിയ തമാശകൾ ഉണ്ടാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല.
അത് കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് മടുക്കാറില്ല. ഒരു ജീവിത യാത്രയിൽ എപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചായിരിക്കും യാത്ര. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് പല കാര്യങ്ങൾ ചിന്തിക്കും, തിരിച്ചു പോകുമ്പോഴും ചിന്തിക്കും. അങ്ങനെ ഒരു യാത്ര ചിന്തിക്കുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നിയും വേണ്ടാന്ന് തോന്നിയും തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ തിരിച്ചറിഞ്ഞ മുഹൂർത്തങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഒരുപാടുണ്ടല്ലോ. ചില വർക്കുകൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ സത്യമാണ്. ഇപ്പം തന്നെ ഒരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു അന്യഭാഷാ ചിത്രം വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ സംസാരിച്ച് ഞാൻ അത് വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു സ്ഥലം അഡ്വാൻസ് വരെ കൊടുത്തതാണ്. വളരെ ആഗ്രഹിച്ച സ്ഥലമാണ് കുട്ടിക്കാലത്ത്. അവിടെ പോയി അഡ്വാൻസ് വരെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും സിനിമകൾക്ക് ചില പ്രതിസന്ധികൾ വന്നു. സിനിമ ഡേറ്റ്സുകൾ മാറി, ഷൂട്ടിങ്ങുകൾ നീണ്ടു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ മാസം അല്ലെങ്കിൽ നിത്യജീവിതം റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കില്ല, ഒരുപാട് കൂടുതൽ അങ്ങനെ ആയിരിക്കും, കൂടുതൽ ആൾക്കാരും അങ്ങനെ ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ റോൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ചില സിനിമകളായിരുന്നു അല്ലെങ്കിൽ ചില വർക്കുകളായിരുന്നു എനിക്കിത് വാങ്ങാൻ പ്രചോദനമായത്. ഇത് കിട്ടുമ്പോൾ നമുക്കത് കൊടുത്ത് തീർക്കാം എന്നുള്ള. അപ്പോൾ അത് നീണ്ടുപോയപ്പോൾ എനിക്ക് ആ സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ എനിക്കത് സ്ഥലം വിൽക്കാനും വിടാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, വാങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ വേണോ വേണ്ടയോ എന്ന് കുറേ ആലോചിച്ചിട്ട് അത് വേണ്ടാന്ന് വെക്കുമായിരുന്നു. എനിക്ക് ലോണും കാര്യങ്ങളും എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. ആ സ്ഥലം അത്ര ഇഷ്ടപ്പെട്ടതായിരുന്നു. ഞാൻ ആ പുള്ളിക്കാരോട് പറഞ്ഞത് അതാണ്, ചേട്ടാ ഞാൻ ഓക്കെ ആവുകയാണെങ്കിൽ ചേട്ടനെ വിളിക്കും, അന്ന് ആ സ്ഥലം പോയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ വാങ്ങിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് കൊടുത്ത തുക അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ തമ്മിലൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ്. അത് പുള്ളിയും പറഞ്ഞു, ഞാനിപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തന്നാലും അതവിടെ ഇരിക്കുകയാണ്. പുള്ളി സ്ഥലം പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അഡ്വാൻസ് തിരിച്ചു തരുമായിരിക്കും. എനിക്ക് ആവശ്യം വരുമ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കും. അതൊക്കെ ഒരു മനുഷ്യ ഇതല്ലേ. തീർച്ചയായിട്ടും നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാകാറുണ്ട്. ഞാൻ ഒരുപാട് പൈസ ഒന്നും അഡ്വാൻസ് കൊടുത്തിട്ടില്ല. നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ. അതുപോലെ ഒരു നഷ്ടമാണിത്. തീർച്ചയായിട്ടും അത് നഷ്ടങ്ങൾ വേലിയേറ്റവും വേലിയിറക്കവും അല്ലേ ജീവിതം. ഒരു കയറ്റത്തിനൊരു ഇറക്കം, അത്രേ ഉള്ളൂ. എല്ലാം നഷ്ടങ്ങൾ മാത്രമല്ലല്ലോ, നമുക്ക് നേട്ടങ്ങളും ഒരുപാടുണ്ടായിട്ടില്ലേ. അപ്പം അതിൽ നമുക്ക് എന്തുണ്ട് എന്നുള്ളത് തൃപ്തയാവുക. ഒരു വിജയത്തിലേക്കുള്ള കുതിപ്പിൽ എപ്പോഴും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ എനിക്കൊരു വിജയകാലം ഉണ്ടാകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരായിരിക്കും. അങ്ങനെ കുറച്ച് പേര് നമുക്ക് എടുത്തു പറയാം. അങ്ങനെ ഒരു വിജയയാത്രയ്ക്ക് എപ്പോഴും കൂടെ കൈപിടിച്ച് നടക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? എൻ്റെ അമ്മ, എൻ്റെ മോള്, അച്ഛൻ പിന്നെ ഈ പറഞ്ഞ പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കുറവാണ്. അതിന് അച്ഛാ എനിക്കിങ്ങനെ ഒരു സിനിമ കിട്ടി കേട്ടോ, ഇങ്ങനെയാണ്. ആണോ, ഓക്കെ, ഇത്ര ഉണ്ടാവുള്ളൂ. അമ്മ ആണോ, ആരാടി അതിൽ, എന്താ, എത്ര ദിവസമുണ്ട്, എവിടെ, ഇങ്ങനെ അമ്മ ചോദിക്കും. പക്ഷെ എൻ്റെ അച്ഛനാണെങ്കിൽ ആണോ, ഓക്കെ. പക്ഷെ അതിൽ സന്തോഷം ഉണ്ടാവും. അച്ഛൻ എനിക്കൊരു അവാർഡ് കിട്ടി, ആണോ, എന്താ പാടാ, വെരി ഗുഡ്, അത്ര ഉണ്ടാവുള്ളൂ അച്ഛൻ. അമ്മയ്ക്കാണെങ്കിൽ ആണോ, എന്നടി ഇത്, എപ്പോഴാ നീ പോകുന്നത്, എവിടെ വെച്ചാ, അയ്യോ അവിടെയാണോ, അപ്പം എനിക്ക് വരാൻ പറ്റത്തില്ല, ഇങ്ങനെ അമ്മ സംസാരിക്കും. അപ്പം എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, മോള്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഒരു 4-5 ഫ്രണ്ട്സ്. അവരാണ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും. ഓഫ് കോഴ്സ്. പിന്നെ എൻ്റെ ഡയറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മി, മനീഷ്. പിന്നെ എനിക്കൊരു സിസ്റ്ററുണ്ട് സിനി, എൻ്റെ ചേച്ചി വേറൊരു സിസ്റ്ററുണ്ട് സിന്ധു. ഇവരൊക്കെ ആയിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.